പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ. മാറാനാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം നിങ്ങളെ മുന്നമേ അറിയിക്കട്ടെ. ഒരിക്കൽ കൂടെ നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ ഒരുമിച്ച് കൂടുവാൻ നൽകിയ കൃപയ്ക്കായി, ദൈവം നൽകിയ വലിയ അനുഗ്രഹത്തിനായി കർത്താവിന് നന്ദി പറഞ്ഞ് സ്തുതിക്കാം. നമ്മൾ അല്പസമയം ധ്യാനിക്കുന്നത് ഉയർപ്പിൻ്റെ വേദപുസ്തക ഭാഗങ്ങളാണ്. ആ ദൈവവചനങ്ങളെ നമുക്കൊന്ന് ധ്യാനിച്ച് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള സങ്കടങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നെല്ലാം നമുക്കൊന്ന് ഉയർത്തെഴുന്നേൽക്കാനുള്ള കൃപയ്ക്കായി, ശക്തിക്കായി തിരുസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ, നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ. ഉയർപ്പിൻ്റെ ശുശ്രൂഷ ഞങ്ങൾക്കേറെ അനുഗ്രഹപ്രദമായി തീരുവാൻ, ഞങ്ങളുടെ മനസ്സിലെ എല്ലാ വൈകല്യങ്ങളും നീങ്ങി എല്ലാ നന്മകളും ഐശ്വര്യങ്ങളും നിറയുന്ന ഒരു ദിവസമായി തീരുവാനും തുടർന്നുള്ള നാളുകളായി തീരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു, കൃപയുടെ കേട്ടുത്തരം തരുമാറാകണമേ. ആമീൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ പീഡാനുഭവ ആഴ്ചയിലെ അനുസ്മരണത്തിൻ്റെ ദിവസങ്ങളിൽ ധ്യാനത്തിലൂടെ നമ്മൾ കടന്നു പോവുകയായിരുന്നു. യേശുക്രിസ്തു പെസഹ ആചരിച്ചതും അവൻ നമുക്കായി ക്രൂശിൽ കൊല്ലപ്പെട്ടതും നമുക്ക് വേണ്ടി അവൻ അടക്കം ചെയ്യപ്പെട്ടതും 3 നാൾ കല്ലറയിൽ ആയിരുന്നതൊക്കെ നമ്മൾ ധ്യാനിച്ചു. കല്ലറയിലായിരിക്കുമ്പോൾ യേശുക്രിസ്തു പാതാളത്തിലിറങ്ങി ആദാം മുതലുള്ളവരോട് ദൈവരാജ്യത്തെക്കുറിച്ച് സംസാരിക്കുകയും അവരെല്ലാം കർത്താവിൽ നിന്ന് പാപമോചനം കിട്ടി വിശുദ്ധന്മാരുടെ ഗണത്തിൽ ചേർന്നു എന്നെല്ലാം നമ്മൾ വിശ്വസിക്കുന്നു. പത്രോസ് ശ്ലീഹ അതിന് നമുക്ക് ധൈര്യം തരുന്ന രീതിയിൽ സംസാരിച്ചു വച്ചിരിക്കുന്നു. അവൻ പാതാളത്തിലിറങ്ങി മരിച്ചുപോയവരോട് സുവിശേഷം അറിയിച്ചു എന്ന് പത്രോസ് ശ്ലീഹ തൻ്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നമ്മളിപ്രകാരം വായിക്കുന്നുണ്ട്. യേശുവിൻ്റെ പുനരുദ്ധാനത്തെക്കുറിച്ച്. അതുപോലെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 1 മുതൽ 8 വരെ വാക്യങ്ങളും, ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം 1 മുതൽ 12 വരെ വാക്യങ്ങളും, യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 1 മുതൽ 10 വരെ വാക്യങ്ങളും യേശുവിൻ്റെ പുനരുദ്ധാനത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയാണ്. സാബത്ത് കഴിഞ്ഞപ്പോൾ മഗ്ദലന മറിയവും യാക്കോബിൻ്റെ അമ്മയായ മറിയവും സലോമിയും അവനെ അഭിഷേകം ചെയ്യുന്നതിന് വേണ്ടി സുഗന്ധദ്രവ്യങ്ങൾ വാങ്ങി ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ സൂര്യൻ ഉദിച്ചപ്പോൾ തന്നെ അവർ ശവകുടീരത്തിലേക്ക് പോയി. അവർ തമ്മിൽ പറഞ്ഞു, ആരാണ് നമുക്ക് വേണ്ടി ശവകുടീരത്തിൻ്റെ വാതിൽക്കൽ നിന്ന് കല്ല് ഉരുട്ടി മാറ്റുക? എന്നാൽ അവർ നോക്കിയപ്പോൾ ആ കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നതും അത് വളരെ വലുതായിരുന്നതാനും. അവർ ശവകുടീരത്തിനുള്ളിൽ പ്രവേശിച്ചപ്പോൾ വെള്ളവസ്ത്രം ധരിച്ച 2 യുവാവ് വലത്ത് ഭാഗത്തിരിക്കുന്നത് കണ്ടു. വെള്ളവസ്ത്രം ധരിച്ച ഒരു യുവാവ് വലത്ത് ഭാഗത്തിരിക്കുന്നത് കണ്ടു. അവർ വിസ്മയിച്ചു പോയി. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ അത്ഭുതപ്പെടേണ്ട. കുരിശിൽ തറയ്ക്കപ്പെട്ട നസ്രായനായ യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു. അവൻ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു, അവനിവിടെ ഇല്ല. നോക്കൂ, അവർ അവനെ സംസ്കരിച്ച സ്ഥലം. നിങ്ങൾ പോയി അവൻ്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും പറയുക, അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലീലയിലേക്ക് പോകുന്നു. അവൻ നിങ്ങളോട് പറഞ്ഞിരുന്നത് പോലെ അവിടെ വെച്ച് നിങ്ങൾ അവനെ കാണും. അവർ ശവകുടീരത്തിൽ നിന്ന് പുറത്തിറങ്ങി ഓടി. എന്തെന്നാൽ അവർ പേടിച്ച് വിറയ്ക്കുകയും ആശ്ചര്യപ്പെടുകയും ചെയ്തിരുന്നു. അവർ ആരോടും ഒന്നും പറഞ്ഞില്ല. അവർ അത്യന്തം ഭയപ്പെട്ടിരുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ ഉയർപ്പ് ഞായർ നമുക്ക് നൽകുന്ന ഒരു സന്ദേശം ഭയപ്പെടേണ്ട എന്നുള്ളതാണ്. നഷ്ടത്തെക്കുറിച്ച് ഭയപ്പെടേണ്ട. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു.
അതുകൊണ്ട് എല്ലാവർക്കും പ്രതീക്ഷയുടെ വലിയ അനുഭവമാണ് നൽകുന്നത്. മിഖാപ്രവാചകൻ്റെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 8 മുതൽ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, എൻ്റെ ശത്രുക്കളെ, എന്നെക്കുറിച്ച് ആഹ്ലാദിക്കേണ്ട, വീണാലും ഞാൻ എഴുന്നേൽക്കും, ഞാൻ ഇരുട്ടിലായിരുന്നാലും കർത്താവിൻ്റെ വെളിച്ചമായിരിക്കും. അവിടുന്ന് എനിക്ക് വേണ്ടി വാദിക്കുകയും എനിക്ക് നീതി നടത്തി തരികയും ചെയ്യുന്നവരെ ഞാൻ കർത്താവിൻ്റെ രോഷം സഹിക്കും. പ്രിയമുള്ളവരെ, ഇവിടെ ഭയപ്പെടേണ്ട എന്ന ഒരു ചിന്ത, അല്ലെങ്കിൽ ഭയപ്പെടേണ്ട എന്ന ഒരു അറിവ് നമ്മളിൽ വളരേണ്ടിയിരിക്കുന്നു. യേശു ഉയർത്തെഴുന്നേറ്റത്തിൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. മർക്കോസിൻ്റെ സുവിശേഷം നമ്മൾ വായിക്കുകയാണ്. പക്ഷേ ഇവർക്കൊന്നും വിശ്വസിക്കുവാനായിട്ട് കഴിയുന്നില്ല. പലപ്പോഴും ചില കാര്യങ്ങൾ നമുക്ക് വിശ്വസിക്കാൻ കുറേ സമയമെടുക്കും. പ്രത്യേകിച്ച് നമ്മൾ ആകെ തകർന്നു പോയ അനുഭവത്തിൽ നിന്ന്, ആകെ തളർന്നു പോയ അനുഭവത്തിൽ ഒക്കെ നിന്ന് നമ്മൾ രക്ഷപ്പെടുവാൻ കുറേ പ്രയാസപ്പെടും, കുറേ ബുദ്ധിമുട്ട് അനുഭവിക്കും. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി ഇങ്ങനെ പറഞ്ഞു, എന്ത് ചെയ്യണമെന്ന് അറിയില്ല, മുന്നോട്ട് നോക്കുമ്പോൾ എന്താണ് ഏതാണെന്നൊന്നും ഒരാകുലതയാണ്, ഒരു അങ്കലാപ്പാണ്. 2 കുഞ്ഞുങ്ങളെ ഓർത്ത് ആ സഹോദരിക്ക് ഭയങ്കര വേദനയാണ്. ആ പിഞ്ചു കുഞ്ഞുങ്ങളുടെ അമ്മ രോഗം വന്ന് മരണപ്പെട്ടു. ചെറുപ്രായമാണ്. തൻ്റെ മകൻ്റെ ഭാവി, തൻ്റെ മകൻ്റെ 2 കുഞ്ഞുങ്ങളുടെ ഭാവി ആ മകളിൽ കരുതലായിരുന്നു, ആ മകളിൽ സുരക്ഷിതമായിരുന്നു എന്നവർ ധരിക്കുകയാണ്. അപ്പോൾ ആ മരുമകൾ മരണപ്പെട്ടപ്പോൾ ആർക്കും ഉൾക്കൊള്ളാവുന്നതോ ആർക്കും സഹിക്കാവുന്നതോ ആയിരുന്നില്ല, അതിനപ്പുറമായിരുന്നു വേദനകൾ. അപ്പോൾ ഞാനിങ്ങനെ ആ സഹോദരിയോട് പറഞ്ഞു, യേശു ക്രിസ്തു ഇപ്രകാരം അരുളി ചെയ്തിരിക്കുന്നു, നിൻ്റെ ഒരു തലമുടി ഇഴ കൊഴിഞ്ഞു വീഴുന്നത് എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു. ആകാശത്തിലൂടെ ചരിക്കുന്ന ഒരു ചെറിയ പക്ഷി നിലത്ത് വീണ് ചത്തുപോയാൽ അതും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു. ദൈവമറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. എല്ലാവരും ഉള്ളതിനേക്കാൾ മനോഹരമായി, എല്ലാവരും ഉള്ളതിനേക്കാൾ ശ്രേഷ്ഠമായി, എല്ലാവരും ഉള്ളവരുടെ മക്കളേക്കാൾ ശ്രേഷ്ഠമായി ദൈവം ആ കുഞ്ഞുങ്ങളെ വളർത്തും എന്ന് എനിക്ക് ആ പ്രിയ മാതാവിനോട് പറയുവാൻ ഒരു ധൈര്യം ഉണ്ടായത് ഈ യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പാണ്. യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പ് നമ്മൾ ദാനിയേലിൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ദാനിയേലേ, നിന്നെ ഈ അഗ്നിയിൽ നിന്ന് രക്ഷിക്കുവാൻ നിൻ്റെ ദൈവത്തിന് പ്രാപ്തി ഉണ്ടായോ എന്ന് ചോദിക്കുന്നുണ്ട് ദാനിയേലിനോട്. അപ്പോൾ ദാനിയേൽ, യജമാനനെ, എന്നെ കേട്ടാലുമെന്ന് മറുപടി പറയുന്നുണ്ട്. ആ അഗ്നിയിൽ, ആ തീയിൽ ദൈവം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ദൈവം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതുപോലെ കല്ലറയിൽ ഉറങ്ങിയ യേശു ക്രിസ്തുവിൻ്റെ കൂടെ ദൈവമായിരുന്നു അവൻ്റെ കൂടെ ഉറങ്ങിയത്. ഹല്ലേലൂയ, യേശുവേ നന്ദി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ സത്യത്തിൽ വലിയ പ്രത്യാശയുടെ അടയാളമായി മാറേണ്ടവരാണ്. പക്ഷെ നമുക്ക് പലപ്പോഴും നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ പ്രയാസങ്ങളും നമ്മളെ വിശ്വാസത്തിൽ നിന്ന് അകറ്റുകയാണ്. ഇവിടെ നമ്മൾ വായിക്കുന്നു, ആഴ്ചയുടെ 1-ാം ദിവസം രാവിലെ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം യേശു ആദ്യം മഗ്ദലേന മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടു. ഇവളിൽ നിന്നാണ് അവൻ 7 പിശാചുകളെ പുറത്താക്കിയത്. അവൾ ചെന്ന് അവനോട് കൂടെ ഉണ്ടായിരുന്നവരെ വിവരമറിയിച്ചു. അവർ ദുഃഖത്തിലാണ്ട് വിലപിച്ചിരിക്കുകയായിരുന്നു. അവൻ ജീവിച്ചിരിക്കുന്നു എന്ന്
എന്നും അവൾക്ക് കാണപ്പെട്ടു എന്നും കേട്ടപ്പോൾ അവർ വിശ്വസിച്ചില്ല. ഇതിനുശേഷം അവരിൽ 2 പേർ ഗ്രാമത്തിലേക്ക് നടന്നു പോകുമ്പോൾ അവൻ വേറൊരു രൂപത്തിൽ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. അവർ പോയി ബാക്കിയുള്ളവരെ വിവരമറിയിച്ചു. അവരെയും അവർ വിശ്വസിച്ചില്ല. ഈ പറയുന്നതൊന്നും കാര്യമാക്കുന്നില്ല. അത്രമാത്രം ഒരു എന്താ പറയുന്നത്, ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഒരിക്കലും ഒരിടത്തും സംഭവിക്കാത്ത ഒരു കാര്യം. ഒത്തിരി ആളുകൾ ലോകത്തിൻ്റെ ആരംഭം മുതൽ തന്നെ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് അല്ലെങ്കിൽ മനുഷ്യ ജീവിതത്തെക്കുറിച്ച്, മറ്റ് ജീവജാലങ്ങളെക്കുറിച്ച്, മറ്റ് ജീവികളെക്കുറിച്ചൊക്കെ ഒരുപാട് പഠനങ്ങളും ഒരുപാട് പഠിപ്പിക്കലുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഒത്തിരി ഫിലോസഫി വളർന്നു എന്നാണ് ലോകം പറയുന്നത്. ചിലരതൊക്കെ തഴയപ്പെട്ടു, ചിലതൊക്കെ ഇന്നും മനോഹരമായി നിൽക്കുന്നു. പക്ഷേ അതെല്ലാം നമ്മൾ കേൾക്കുമ്പോഴും അറിയുമ്പോഴും എല്ലാം ഈ ഭൂമിയിലെ ജീവിതത്തിൽ വരെ നിൽക്കുകയാണ്. ഭൂമിക്ക് അപ്പുറത്ത് എന്താ പറയുന്ന ദൈവസന്നിധിയിലുള്ള ദൈവിക കൂട്ടായ്മയിലേക്ക് ഈ ആശയങ്ങളൊന്നും എത്തിച്ചേരുന്നില്ല. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ ഈ ആശയങ്ങളുടെ നന്മയും അതിൻ്റെ കുറവുകളെല്ലാം എടുത്ത് ബഹളം കൂട്ടുകയാണ്. ആളുകളെല്ലാം കൊണ്ടുവരുന്ന ആശയങ്ങളെല്ലാം അത് എല്ലാം നല്ലതാണ്. ആരും ഒന്നും മോശം പറയുന്നില്ല. എല്ലാം മനുഷ്യൻ്റെ നന്മയെക്കുറിച്ചാണ്. ഇപ്പോൾ നീതി, സാഹോദര്യം, സമത്വം അല്ലെങ്കിൽ ക്യാപിറ്റലിസം, ഈ പറയുന്ന സംഭവങ്ങളൊക്കെ ഇഴകീറി വിശകലനം ചെയ്യുമ്പോൾ എല്ലാം നല്ലതും എല്ലാം ഗുണകരവുമാണ്. മനുഷ്യർക്ക് ഒരുപാട് വായിക്കാനും ധ്യാനിക്കാനും അറിവിനും ജീവിക്കാൻ വരെയും പ്രാപ്തമായ അറിവുകളാണ് മനുഷ്യരുടെ കയ്യിൽ നിന്ന് ലോകത്തിന് സംഭാവനയായി കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഏതൊരു മനുഷ്യനും ഈ ലോകത്ത് അവസാനിക്കുന്ന ഭാവത്തിലേക്ക് അത് വന്നിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് ദൈവികമായി ചിന്തിക്കുകയും ദൈവത്തിലേക്ക് കൂട്ടുകെട്ടുകയും ചെയ്തിട്ടുള്ളതെല്ലാം യേശുക്രിസ്തു മുതലാണ്. യേശുക്രിസ്തുവിലൂടെയാണ് അത് വളർന്നത്, പിതാവിലേക്കുള്ള യാത്ര. പിന്നീട് മനുഷ്യരിൽ ഈ പറയുന്ന രീതിയിലുള്ള ഒരുപാട് ആശയങ്ങളും അഭിപ്രായങ്ങളും ലോകത്ത് വിഭാവനം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്നും നിലനിൽക്കുന്ന ഒരാശയം, ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് മനുഷ്യനെ അടുപ്പിക്കുന്ന ഒരാശയം, അത് യേശുക്രിസ്തുവിൻ്റെ ആശയമാണ്. യേശുക്രിസ്തു നമ്മളെ പഠിപ്പിച്ചതാണ്. പക്ഷെ അത് വിശ്വസിക്കാൻ അത്ര എളുപ്പമല്ല. എപ്പോഴും ഈ പ്രപഞ്ചത്തിനകത്ത്, ഈ ഭൂമിക്കകത്ത് നിന്നുകൊണ്ട് ചിന്തിക്കാനാണ് എല്ലാവർക്കും താല്പര്യം. യേശുക്രിസ്തു ഭൂമിക്ക് മുകളിൽ നിന്നുകൊണ്ടാണ് കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തത്. ഇപ്പോൾ ഒരു മനുഷ്യൻ യേശുവിനോട് ചോദിച്ചു, ഞാൻ നിത്യജീവൻ പ്രാപിപ്പാൻ എന്ത് ചെയ്യണം? അപ്പോൾ യേശു പറയുന്നുണ്ട്, നീ അതൊരു നീതി പ്രവൃത്തിയാക്കി മാറ്റുക, നിനക്കുള്ളതൊക്കെ വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അപ്പോൾ നിനക്ക് ആ ഒരു ദൈവിക പൂർണ്ണതയിലേക്ക് അല്ലെങ്കിൽ ദൈവത്തോടുള്ള വാസത്തിലേക്ക് വരുവാൻ കഴിയുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ എല്ലാ പ്രബോധനങ്ങളും ഈ ഭൂമിക്കുള്ളിലല്ല, അത് നിത്യത അല്ലെങ്കിൽ ദൈവത്തോടുള്ള കൂടെയുള്ള വാസമായിട്ടാണ് യേശുക്രിസ്തു പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ അത് അവിടെ പൂർണ്ണമായി നമുക്ക് തെളിയിച്ചു തരികയും ചെയ്തു. ഹല്ലേലൂയ. ഉയർപ്പ് പെരുന്നാളിൻ്റെ പ്രമേയോൻ സദറായിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, കോപിച്ചിരുന്നവരെ രമ്യമാക്കുവാൻ വേണ്ടി അയക്കപ്പെട്ട പിതാവിൻ്റെ സമാധാനവും
ഭിന്നിച്ചിരുന്നവരെ സംയോജിപ്പിച്ച മാർഗദർശകമായ ശാന്തിയും മനുഷ്യ സ്നേഹത്തോടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് ആന്തരിക സർപ്പത്താൽ നിർമ്മിതമായിരുന്ന ശത്രുതയുടെ വേലി പൊളിച്ചു കളഞ്ഞവനും, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്കായി പ്രദാനം ചെയ്യുന്നു എന്ന് ശിഷ്യന്മാരോട് കൽപ്പിച്ചവനും, ശുദ്ധിമതികളെയും ശിഷ്യന്മാരെയും തൻ്റെ സമാധാനം മൂലം സന്തോഷിപ്പിച്ച് തൻ്റെ പുനരുദ്ധാന സമാധാനവും നിരപ്പും ശിഷ്യന്മാരോട് അറിയിപ്പാൻ അവരോട് കൽപ്പിച്ചവനും, തൻ്റെ പുനരുദ്ധാനത്താൽ മേലുള്ളവരുടെയും താഴെയുള്ളവരുടെയും ഇടയിൽ സമാധാനം വിതച്ച് തൻ്റെ ഉയർപ്പ് മൂലം അവിശ്വാസികളെ ലജ്ജിപ്പിക്കുകയും ശിഷ്യരെ സന്തോഷിപ്പിക്കുകയും ചെയ്തവനുമായ കർത്താവിന് സ്തുതി. മേലുള്ളവരെ സന്തോഷിപ്പിച്ചു, താഴെയുള്ളവരെ അവിടുന്ന് ലജ്ജിപ്പിച്ചു. കാരണം എന്താ? മുകളിലേക്ക് ദൈവത്തിലേക്ക് നോക്കിയവർക്കെല്ലാം സന്തോഷമുണ്ടായി, താഴേക്ക് നോക്കിയവർക്കൊന്നും സന്തോഷമുണ്ടായില്ല. അപ്പോൾ ആദ്യ ദിവസങ്ങളിലൊന്നും ഈ ശിഷ്യന്മാർ ഒറ്റയ്ക്ക് ആരും വിശ്വസിച്ചില്ല. പിന്നെ എപ്പോഴാണ് വിശ്വസിക്കുന്നത്? 11 പേരും ഒരുമിച്ച് ഭക്ഷണത്തിനിരിക്കുമ്പോൾ താൻ പ്രത്യക്ഷപ്പെട്ടു. 11 പേരും ഒരു കൂട്ടായ്മയുടെ ബലം. പ്രിയമുള്ളവരെ, പലപ്പോഴും പല കാര്യങ്ങളും ഒറ്റയ്ക്കാകുമ്പോൾ അത് ആളുകൾക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ്. എന്നാൽ ഒരു കൂട്ടമുണ്ടെങ്കിൽ, ഒരു കൂട്ടായ്മയുണ്ടെങ്കിൽ അത് ആളുകൾക്ക് വിശ്വസിക്കുവാൻ എളുപ്പമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം തൻ്റെ പുത്രനിലൂടെ ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഒറ്റപ്പെട്ട ഒരു അനുഭവമല്ല ഉണ്ടാക്കിയത്, കൂട്ടായ്മയാണ്. അപ്പോൾ ഇവിടെ യേശുക്രിസ്തു ഈ ശിഷ്യന്മാർക്ക് ഒറ്റയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു. ഒരാൾ 2 ആൾ ഒക്കെ ഉള്ള സമയത്ത് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഇവർക്കാർക്കും അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇവർക്ക് ഒക്കെ ഭയങ്കരമായിട്ടുള്ള വിഷമമായി മാറുന്നു. എന്നാൽ അവർ യേശുക്രിസ്തു കൂട്ടായ്മയായിട്ട് ഈ 11 പേരോടുകൂടി ഇരിക്കുമ്പോൾ പ്രത്യക്ഷപ്പെടുകയാണ്. എന്നിട്ട് അവരുടെ അവിശ്വാസത്തെയും ഹൃദയകാഠിന്യത്തെയും കുറ്റപ്പെടുത്തി. എന്താണ്? ഈ ഒറ്റയ്ക്കാവുമ്പോഴും എന്തുകൊണ്ട് വിശ്വസിച്ചുകൂടാ? അപ്പോൾ എപ്പോഴും ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായത്തോട് എല്ലാവരും യോജിക്കുകയാണ്. ഭൂരിപക്ഷം ഒരർത്ഥത്തിൽ ഇല്ലാത്തത് പറഞ്ഞാലും അത് ഉണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. ന്യൂനപക്ഷം സത്യത്തോട് പെരുമാറണമെന്ന് വിചാരിച്ച് ചെയ്താലും സത്യം തന്നെ പറഞ്ഞാലും അത് വിശ്വസിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ, യേശുവിൻ്റെ ഈ പുനരുദ്ധാനം നമ്മൾ വിശ്വസിച്ചേ പറ്റൂ. കാരണം അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ കുറവോ കൂടുതലോ അല്ല, നമ്മളെ യേശുക്രിസ്തു ഏൽപ്പിക്കുന്ന ദൗത്യം എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അവരുടെ വിശ്വാസക്കുറവിനെയും ഹൃദയകാഠിന്യത്തെയും കുറ്റപ്പെടുത്തി അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. വിശ്വാസക്കുറവിനെയും ഹൃദയകാഠിന്യത്തെയും കുറ്റപ്പെടുത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കണം. കാരണം എന്താ? യേശു വീണ്ടും അവരോട് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. വിശുദ്ധ യോഹന്നാൻ 8:12. യേശു വീണ്ടും അവരോട് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവൻ്റെ പ്രകാശമുണ്ടായിരിക്കും. ഹല്ലേലൂയ. അവന് ജീവൻ്റെ പ്രകാശമുണ്ടായിരിക്കും, ഒരിക്കലും അവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല. അതാണ് അതിൻ്റെ പ്രിയമുള്ളവരെ ഒരനുഭവം. അപ്പോൾ സുവിശേഷം എന്ന് പറയുന്നത് എന്താണ്? പൗലോസ്ലീഹ പറയുന്നു, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന പ്രസംഗത്തിന് ഒരു പ്രയോജനവുമില്ല, അതുകൊണ്ട് കാര്യമില്ല. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന പ്രസംഗത്തിന് കാര്യമുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിലൂടെ നമുക്ക് നൽകുന്ന ഈ ഒരു സന്ദേശം, ഈ ഒരു എന്താ പറയുന്നത്, വലിയൊരു പ്രത്യാശ, എല്ലാ പ്രയാസങ്ങളിലും എല്ലാ വേദനകളിലും യേശു നമ്മളുടെ കൂടെ ഉണ്ട് എന്നുള്ളത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകമാണ് പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നത്.
യെശയ്യാ പ്രവചനം 60-ാമത്തെ അധ്യായത്തിൽ പഴയ നിയമത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, എഴുന്നേറ്റ് പ്രകാശിക്കുക, എൻ്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിൻ്റെ മേൽ ഉദിച്ചിരിക്കുന്നു. യെശയ്യാ പ്രവചനം 60-ാം അധ്യായം. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുന്നു, നിന്റെ മേലോ യഹോവ ഉദിക്കും, അവൻ്റെ തേജസ് നിന്റെ മേൽ പ്രത്യക്ഷമാകും. ജാതികൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയശോഭയിലേക്കും വരും. നീ തലപൊക്കി ചുറ്റു നോക്കുക, അവരെല്ലാവരും ഒന്നിച്ചുകൂടി നിന്റെ അടുക്കലേക്ക് വരുന്നു. ഹല്ലേലൂയ. അപ്പം നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കുക എന്ന് പറഞ്ഞാൽ നീ എഴുന്നേറ്റ് പ്രകാശിക്കുക. എൻ്റെ പ്രകാശം നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ പ്രകാശം, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്ന്. അതുപോലെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, പകൽ സൂര്യനായിരിക്കുകയില്ല, ഇനി നിനക്ക് പ്രകാശം തരിക. നിനക്ക് പ്രകാശം നൽകാൻ രാത്രിയിൽ ചന്ദ്രനായിരിക്കുകയില്ല പ്രശോഭിക്കുന്നത്, കർത്താവായിരിക്കും നിന്റെ നിത്യമായ പ്രകാശം, നിന്റെ ദൈവമായിരിക്കും നിന്റെ മഹത്വം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുകയും അത് നമ്മളുടെ ഹൃദയത്തിലേക്ക് വീണ്ടും വീണ്ടും ചേർത്ത് വെക്കാൻ വേണ്ടി നമ്മളതിൻ്റെ അനുസ്മരണവും കൂടി നടത്തുകയാണ്. ഓരോ വർഷവും ഇത് അനുസ്മരിക്കുന്നത് നമ്മുടെ ഈ വിശ്വാസം വർദ്ധിക്കുന്നതിന് വേണ്ടിയാണ്. വിശ്വാസം നമുക്ക് പലപ്പോഴും നഷ്ടമാകുകയാണ്. യഥാർത്ഥ വിശ്വാസം നഷ്ടമായിട്ട് നമ്മളിതൊരു ആഘോഷമാക്കി മാറ്റുകയാണ്. ഇത് ആഘോഷമായി മാറേണ്ടതല്ല, ഇത് അനുഭവമായി മാറേണ്ടതാണ്, ഇത് വിശ്വാസമായി മാറേണ്ടതാണ്. റോമർ 10:1-17 വരെ വാക്യങ്ങൾ നമ്മൾ വായിക്കണം. പിന്നെ 9-ാമത്തെ വാക്യം എങ്ങനെ പറയുന്നത്? 10:9, റോമർ 10:9. ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയും, ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. 13-ാമത്തെ വാക്യം, എന്തെന്നാൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. അപ്പം എല്ലാവർക്കും ഈ ഉയർപ്പുണ്ട് എന്ന് വേദപുസ്തകം നമ്മളോട് പറയുകയാണ്. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ദാനിയേൽ പ്രവചനം അതിൻ്റെ 12-ാമത്തെ അധ്യായം. ഹല്ലേലൂയ. ദാനിയേൽ പ്രവചനം 12-ാമത്തെ അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. 2-ാമത്തെ വാക്യം, ഭൂമിയെ പൊടിയിൽ ഉറങ്ങുന്ന അനേകരുണരും, ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായും. ജ്ഞാനികൾ ആകാശവിധാനത്തിൻ്റെ പ്രഭ പോലെ തിളങ്ങും, അനേകരെ നീതിയിലേക്ക് നയിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെ എന്നും എന്നും പ്രകാശിക്കും. കണ്ടോ? ഭൂമിയിലെ പൊടിയിൽ ഉറങ്ങുന്ന അനേകർ ഉണർന്നെഴുന്നേൽക്കും, ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും. അപ്പോൾ പുനരുദ്ധാനത്തിൽ 1-ാമത്തെ ആളാണ് യേശുക്രിസ്തു. പിതാവായ ദൈവത്തിൻ്റെ ആ വലത്ത് ഭാഗത്തിരിക്കുന്ന യേശുക്രിസ്തു മനുഷ്യരുടെ പുനരുദ്ധാനത്തിലെ ആദ്യ ഫലമാണ്. പിന്നീട് നമ്മളെല്ലാവരും, പൗലോസിൻ്റെ വാക്കിൽ പറഞ്ഞാൽ, നമ്മളെല്ലാവരും അക്ഷയരായിട്ട് ഉയർത്തെഴുന്നേൽക്കും. ജീവിച്ചിരിക്കുന്ന എല്ലാവരും രൂപാന്തരം പ്രാപിക്കും, മരിച്ചുപോയവരെല്ലാവരും അക്ഷയരായി എഴുന്നേൽക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ചിലർ നിത്യജീവനായും ചിലർ നിത്യലജ്ജയ്ക്കായും. ഇപ്പോൾ എന്താണ്? അനേകരെ നീതിയിലേക്ക് നയിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെ എന്നുമെന്നും പ്രകാശിക്കും. സുവിശേഷത്തിൻ്റെ പ്രത്യേകതയാണ് അനേകരെ നീതിയിലേക്ക് നയിക്കാൻ സുവിശേഷത്തിന് കഴിയും. അപ്പോൾ ഒന്ന്, യേശുക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കണം. 2, ഈ വിശ്വാസം എന്നിലേക്ക് വർദ്ധിപ്പിക്കാൻ ദൈവമേ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. 3, ഈ വിശ്വാസം യേശുക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് എല്ലാവരോടും പറയണം. എല്ലാവരോടും നമ്മൾ പറയണം, അവനെ, യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കണമെന്ന് പറയണം. ഹല്ലേലൂയ. ഇപ്പോൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കുക എന്ന ആ ഒരു കൽപ്പനയാണ്
ഈ ഉയർത്തെഴുന്നേൽപ്പിലൂടെ നമ്മൾ സ്വീകരിക്കുന്നത്. നമ്മൾ ഇതൊരു ആഘോഷമായോ അല്ലെങ്കിൽ ഒരു ചടങ്ങായോ ആരാണ്ട് പറഞ്ഞ പോലെ അന്ത്യാത്താഴത്തിൽ പങ്കുചേരുന്നു, പിന്നെ ഒരു ദിവസം 2 ദിവസം ദുഃഖിച്ചിരിക്കുന്നു, പിന്നെ 3-ാമത്തെ ദിവസം ലോകത്തുള്ള ജീവികളെയെല്ലാം കൊന്നു തിന്ന് സന്തോഷിക്കുന്നു. അതിന് ഞാൻ പോവുകയാണെന്ന് ഒരാൾ തൻ്റെ കൂട്ടുകാരോട് ഇങ്ങനെ പറയുകയാണ്. ലീവിന് പോവുകയാണ് ജോലി സ്ഥലത്ത് നിന്ന്. അപ്പോൾ ലീവിന് പോകുമ്പോൾ അദ്ദേഹം പറയുകയാണ്, മാതാപിതാക്കന്മാരോടുകൂടെ അന്ത്യാത്താഴത്തിൽ പങ്കെടുക്കണം, പെസഹായിൽ പങ്കെടുക്കണം, പിന്നെന്താണ് ദുഃഖവെള്ളിയാഴ്ചയും ദുഃഖശനിയാഴ്ചയും ദുഃഖിച്ചിരിക്കണം, പിന്നെ ഈസ്റ്ററിൻ്റെ അന്ന് ലോകത്തുള്ള സകല ജീവികളെയും കൊന്നു തിന്ന് സന്തോഷിക്കണം, അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരും എന്ന് കൂട്ടുകാരോട് പറഞ്ഞു എന്ന് പറയുന്നത് പോലെ ഒരു അനുഭവമല്ല. സത്യത്തിൽ ഒരു തൻ്റെ പാപത്തിനു വേണ്ടിയാണ്, തൻ്റെ പാപങ്ങളിൽ നിന്ന് മോചനം പ്രാപിച്ച് ദൈവത്തോടു കൂടെ വസിക്കേണ്ടതിന് യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരണപ്പെട്ടു, യേശുക്രിസ്തു നമുക്ക് വേണ്ടി അടക്കപ്പെട്ടു, യേശുക്രിസ്തു നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു, നമുക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ ലോകത്തിന് വേണ്ടി. അതുകൊണ്ട് ആ ക്രിസ്തുവിനോട് ചേർന്ന് നമ്മൾ അവൻ്റെ പ്രകാശത്തിൽ നടന്നുകൊണ്ട് അനേകരുടെ സങ്കടങ്ങളിൽ, അനേകരുടെ കഷ്ടതയിൽ പങ്കുചേർന്ന് എല്ലാ മനുഷ്യരെയും പ്രത്യാശയിലേക്ക് നയിക്കുന്ന ഒരു വലിയ സന്ദേശമാണ് ഈസ്റ്റർ. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ സന്ദേശത്തിലേക്ക് നമുക്ക് നമ്മുടെ എല്ലാ പ്രതികൂലതകളെയും സമർപ്പിക്കാം. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യത്തിനും പരിഹാരമായി. അങ്ങനെയൊരു സംഭവം യേശുക്രിസ്തുവിൻ്റെ മുമ്പ് ഉണ്ടായിട്ടില്ല. മരിച്ചയാൾ എഴുന്നേറ്റ് കല്ലറയിൽ നിന്ന് എഴുന്നേറ്റ് പ്രത്യക്ഷപ്പെടുക, എന്നിട്ട് വീണ്ടും ഒരു സമൂഹത്തെ കൂട്ടിയോജിപ്പിക്കുക, ലോകമെങ്ങും ആ ഒരു സന്ദേശം വ്യാപിക്കുക, ലോകമെങ്ങും ആ സന്ദേശത്തിൻ്റെ വാഹകരുണ്ടാകുക, ഇന്നവരെയും ഉണ്ടാകുക, ഈ നിമിഷത്തിലും ഉണ്ടാകുക എന്ന് പറയുന്ന ആ വലിയൊരു മഹാത്ഭുതം പല ഫിലോസഫിക്കാരും മണ്ണടിഞ്ഞു പോയപ്പോൾ, അവരുടെ എല്ലാം ആശയങ്ങൾക്കെല്ലാം സംഘട്ടനങ്ങളുണ്ടായപ്പോൾ, ഒരാളുടെ ആശയത്തെ മറ്റൊരാൾ വെച്ച് ഖണ്ഡിച്ചപ്പോൾ, അതിൻ്റെ കുറവുകളും അതിൻ്റെ പോരായ്മകളെല്ലാം പരിശോധിച്ചപ്പോൾ, യഥാർത്ഥ ഒരു ക്രിസ്ത്യാനി അവൻ യേശുവിൻ്റെ ആശയത്തിൽ ജീവിക്കുമ്പോൾ അതിനെ ഖണ്ഡിക്കാൻ, യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്ന അഭിപ്രായങ്ങളോട്, ആശയങ്ങളോട് എതിരിടാൻ ലോകത്താർക്കും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒരു ആശയക്കാർക്കും സാധിച്ചിട്ടില്ല ആശയത്തോട് എതിരിടാൻ. മറിച്ച് ക്രിസ്ത്യാനികൾ യേശുക്രിസ്തുവിൻ്റെ ആശയത്തെ വിട്ടുകളഞ്ഞ് ലൗകികന്മാരായി, സുഖലോലുപന്മാരായി, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയുന്ന അവനവൻ്റെ സ്വാർത്ഥതയിൽ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ക്രിസ്ത്യാനികളെ പലരും ചോദ്യം ചെയ്യുകയും ആക്ഷേപിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ക്രിസ്തുവിൻ്റെ ആശയത്തെ ആർക്കും എന്നവരെയും ഖണ്ഡിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള സത്യം മനസ്സിലാക്കി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ പൂർണ്ണമായി നമ്മളെ സമർപ്പിച്ചുകൊണ്ട് ഒരു വാക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ ഈസ്റ്റർ ഞങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹത്തിൻ്റെ അല്ല, ആശയങ്ങളുടെ, ലോകത്തോട് സമ്പാദിക്കാൻ തക്കവണ്ണമുള്ള അറിവിൻ്റെ, ജ്ഞാനത്തിൻ്റെ അഭിഷേകമായി ഈ ഉയർപ്പിനെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മുക്കുവന്മാരായ, അക്ഷരാഭ്യാസമില്ലാത്ത തൻ്റെ ശിഷ്യന്മാരെ ലോകത്തോട് സമ്പാദിക്കാൻ, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് എന്ന് പ്രഖ്യാപിക്കാൻ അയച്ചതുപോലെ ഞങ്ങളെയും ബലഹീനരായ, കുറവുള്ളവരായ, അക്ഷരാഭ്യാസങ്ങളില്ലാത്ത ഞങ്ങളെയും അവിടുന്ന് തിരഞ്ഞെടുത്തതിനായി സ്തോത്രം ചെയ്യുന്നു. ലോകമെങ്ങും ഈ ഈസ്റ്റർ സന്തോഷം അറിയിക്കുവാൻ, ഈ ഉയർപ്പിൻ്റെ രഹസ്യം വെളിപ്പെടുത്തി കൊടുക്കുവാൻ ലോകമെങ്ങും ഞങ്ങളെയും അയക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തിരുമുമ്പാകെ ഒരിക്കൽ കൂടെ സമർപ്പിക്കുന്നു. ഈ അനുസ്മരണ ദിവസം ഞങ്ങളുടെ ഒരു പുതിയ
സമർപ്പണത്തിൻ്റെ ദിവസവുമാക്കി സ്വീകരിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.